ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച ആ മാതാവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ. ഇവിടെ ഞാൻ ഈ ബൈബിളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ട് റെഫറൻസ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ചില ആൾക്കാർ, അതായത് നമ്മുടെ സഭകളിൽ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ സഭയ്ക്ക് എതിരാണ്. അങ്ങനെയല്ല, ഞാൻ ഒരു സഭയ്ക്ക് എതിരല്ല. ദൈവവചനം തെറ്റായി ആര് പഠിപ്പിക്കുന്നോ അവർക്കെതിരാണ്, അല്ലാതെ ഞാൻ സഭകൾക്കൊന്നും എതിരല്ല. അതേപോലെ തന്നെ മാതാവിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇവിടെ മാതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാതാവിനോട് നേരിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. പല പ്രാവശ്യം മാതാവ് എൻ്റെ കൂടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ മാതാവിനെക്കുറിച്ച് വീഡിയോ ഇടണം എന്ന് എന്നോട് പറഞ്ഞത് തന്നെ മാതാവാണ്. അപ്പോൾ ആ മാതാവിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുകയാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ വിഷയം മാതാവിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഇങ്ങനെ ഇടാൻ കാരണം, ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം, അമ്മയായ മാതാവ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളൊരു ബുക്കും പേനായി എടുത്തു വെച്ച് ആ പറയുന്ന റെഫറൻസുകളെല്ലാം എഴുതിയെടുക്കണം. എന്നിട്ട് ബൈബിളിൽ നിങ്ങളത് പരിശോധിക്കണം. കാരണം ഇത് അത്രയും ഒരു വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ മാതാവിനെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ പെന്തക്കോസ് സഭകളിലൊന്നും ഞാൻ പോയിട്ടില്ല. ആരാധനയ്ക്ക്, അതായത് മീറ്റിങ്ങിന് ഞാൻ പോകും. തമിഴ്നാട്ടിലൊക്കെ, ചെന്നൈയിലൊക്കെ വലിയ മീറ്റിങ്ങിനൊക്കെ ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. എല്ലാ സഭകളിലും മീറ്റിങ്ങിന് പോകും. പക്ഷേ പെന്തക്കോസ് സഭകളിലൊക്കെ എനിക്ക് ഒത്തിരി ഓഫറുണ്ട് ഞങ്ങളുടെ സഭയിൽ വന്ന് ചേരാൻ. പക്ഷേ ഞാൻ മാതാവിനെ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഇവരുടെ ഈ പെന്തക്കോസ് സഭകളിലൊന്നും ചേരാത്തത്. കാരണം ഈ ദൈവപുത്രനെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച ആ അമ്മയെക്കുറിച്ച് ഒത്തിരി തെറ്റായിട്ടുള്ള പഠിപ്പീലുകൾ ഈ പെന്തക്കോസ് സഭകൾ ഉള്ള ശുശ്രൂഷകർ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണമാണ്, മാതാവ് യേശുവിനെ കൂടാതെ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ട്, മാതാവ് കന്യകയല്ല എന്നുള്ള ഇങ്ങനെ തെറ്റായിട്ടുള്ള ചില പഠിപ്പീലുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാതാവ് ദൈവപുത്രനായ യേശുവിനെ അല്ലാതെ ആ ഉദരത്തിൽ വേറെ ആരെയും ചുമന്നിട്ടില്ല. ഇതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പെന്തക്കോസുകാരൊക്കെ പറയുന്നുള്ള യേശുവിനെ കൂടാതെ മറിയ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബൈബിളിൽ ഇനി ഞാൻ ആ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിളിലെ ഭാഗം എന്ന് പറഞ്ഞാൽ, ഈ യേശു ജനിക്കുന്നതിനൊക്കെ 700 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ആ യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവം പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ആ വാക്യം എഴുതുക, നിങ്ങൾ എഴുതിയെടുക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഒന്നുകൂടെ പറയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കന്യക ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവന് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ്റെ ആഹാരം തൈരും തേനും ആയിരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറിയ ഗർഭിണിയാകുന്നതിന് മുന്നേ 700 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു പ്രവചനം കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ യെശയ്യാവ് ഈ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു 700 വർഷം ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ കാലങ്ങളിൽ ആ ഇസ്രായേൽ നാട്ടിൽ ഉണ്ടായിരുന്ന
കന്യകയായിട്ടുള്ള യുവതികളെല്ലാം ദിനംതോറും പ്രാർത്ഥനയാണ്. ദിനംതോറും പ്രാർത്ഥനയാണ്. എന്താണ്? ഈ ദൈവപുത്രൻ, അതായത് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കാൻ പോകുന്നത് എൻ്റെ ഉദരത്തിലാണോ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ആ നാടുകളിലുള്ള സകല കന്യകമാരുടെയും പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ കാലം കുറേ കടന്നുപോയി. 700 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് പിതാവായ ദൈവം ആ നാട്ടിൽ, ഇസ്രായേൽ നാട്ടിലുള്ള ഒരു പരിശുദ്ധയായ, ഒരു കലങ്കവും ഒരു കളങ്കവും ഇല്ലാത്ത ഒരു കന്യകയെ തിരഞ്ഞെടുക്കുന്നത്. ആ കന്യകയാണ് മറിയ. ആ മറിയെ തിരഞ്ഞെടുക്കുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനെ പറഞ്ഞു വിട്ട് ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് പറയുന്ന രംഗങ്ങൾ അതും രേഖപ്പെടുത്തി നിങ്ങൾ എഴുതിയെടുക്കുക. ആ റെഫറൻസ് ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ നമ്മൾ 28 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, 28 മേൽ മുതൽ വേണമെങ്കിലും വായിക്കാം, എന്നാലും ഞാൻ ആ കറക്റ്റ് ഭാഗം പറയുകയാണ്. 28 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ആ ദൂതൻ വന്ന് മറിയോട് പറയുന്ന രംഗമാണ്. മറിയ, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ആ ഗബ്രിയേൽ ദൂതൻ പറയുന്ന രംഗമാണ്. ഇന്നതുപോലെ നീ ഗർഭിണിയാകും, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ നീ ഇടണം. അങ്ങനെ ആ അത്രയും കാലം 700 വർഷം യെശയ്യാവിൽ എഴുതി കഴിഞ്ഞ് 700 വർഷം കാലങ്ങളിൽ ആ നാടുകളിൽ എല്ലാ കന്യകമാരും ആയിട്ടുള്ളവർ, യുവതികളെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ മറിയയ്ക്കാണ് ദൈവത്തിൻ്റെ ഒരു കരുണ ലഭിച്ചത്. അപ്പോൾ അത്രയും വിശുദ്ധയായ ഒരു സ്ത്രീയെ ഇന്ന് ഈ പെന്തക്കോസുകാർ മറിയ കന്യകയല്ല എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബൈബിളിൽ തന്നെ ഒരു ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റെഫറൻസ് ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയല്ലയോ? പിന്നെ ഇവന് എവിടെ നീ ജ്ഞാനങ്ങൾ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, മറ്റ് സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലയോ? പിന്നെ ഇവൻ എവിടെ നീ ജ്ഞാനം എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, മറ്റു സഹോദരിമാർ. ഇത് വെച്ചിട്ടാണ് കണ്ടോ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനെ കൂടാതെ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ട് എന്ന് ഈ പെന്തക്കോസുകാർ പറയാൻ കാരണം. പക്ഷേ ഈ സഹോദരങ്ങൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മ പ്രസവിച്ചതല്ല. യേശുവിൻ്റെ അമ്മയ്ക്ക്, മറിയയ്ക്ക് ഒരു സഹോദരിയുണ്ട്. അതായത് വലിയമ്മയുടെ കൊച്ചമ്മയുടെ മക്കളാണ്. യേശുവിൻ്റെ അമ്മ മറിയയുടെ വലിയമ്മയുടെ ഒരു മകളുണ്ട്. അവരുടെ പേരും മറിയെന്നാണ്. കാരണം ആ കാലയളവിൽ ഇസ്രായേൽ നാട്ടിൽ ഒത്തിരി മറിയന്മാരുണ്ട്. ഇപ്പം നമ്മൾ ബൈബിള് തന്നെ മൊത്തം പുതിയ നിയമം പരിശോധിക്കുമ്പോൾ 7 മറിയന്മാർ ബൈബിളിലുണ്ട്. അപ്പോൾ ഈ യേശുവിൻ്റെ അമ്മ മറിയയുടെ ചേച്ചിയുടെ പേരും മറിയെന്നാണ്. ആ ചേച്ചിയായ മറിയ പ്രസവിച്ച മക്കളാണ് ഈ പറയുന്ന യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, മറ്റ് സഹോദരിമാർ. അപ്പോൾ ഈ മറിയയുടെ അപ്പൻ്റെ പേര് ഈ മറിയയുടെ ഭർത്താവിൻ്റെ പേര് അൽഫായ് എന്നാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മറിയ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ അപ്പൻ്റെ പേര് എന്താ വരേണ്ടത്? ജോസഫ് എന്നാണ്. പക്ഷേ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മറിയയുടെ ഭർത്താവിൻ്റെ പേര്, അതായത് ചേച്ചിയായ മറിയയുടെ ഭർത്താവിൻ്റെ പേര് അൽഫായ് എന്നാണ്. അൽഫായിൻ്റെ മക്കളാണ് ഈ പറയുന്ന ഈ 4 ആണുങ്ങളും മറ്റ് പെണ്ണുങ്ങളും. അപ്പോൾ ഇനി നമ്മൾ ആ വിഷയത്തിലോട്ട് പോകുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ യേശുവിൻ്റെ അമ്മ മറിയയ്ക്കൊരു ചേച്ചി ഉണ്ടെന്ന്. ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടെന്ന് ബൈബിളിൽ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് ഒരു സഹോദരി ഉണ്ടെന്ന് ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റെഫറൻസ് ഞാൻ തരാം.
അത് നിങ്ങൾ എഴുതിയെടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 25 മുതൽ നമ്മൾ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ റെഫറൻസ് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 25 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ യേശു ക്രൂശിൽ കിടക്കുന്ന രംഗമാണ്. അപ്പോൾ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന രംഗം ഇതാണ്. അപ്പോൾ ആ ക്രൂശിനരികെ യേശുവിൻ്റെ അമ്മ മറിയയുണ്ട്, സഹോദരിയുണ്ട്, സഹോദരിയായ മറിയയുണ്ട്, വേറെ ആൾക്കാരുമുണ്ട്. അതുകൂടാതെ യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനും അവിടെ നിൽപ്പുണ്ട്. വേറെ ഒരു ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെന്ന് പറയുന്ന യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ എന്ന് പറയുകയാണ് യോഹന്നാനെ നോക്കി. അതുപോലെ യോഹന്നാനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ആ നാഴികയിൽ തന്നെ യേശുവിൻ്റെ അമ്മ മറിയത്തെ യോഹന്നാൻ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യേശു പറയുന്ന അമ്മയോട് ഇതാ നിന്റെ മകൻ, ശിഷ്യനോട് യോഹന്നാനോട് പറയുന്നു ഇതാ നിന്റെ അമ്മ, നീ കൈക്കൊള്ളാൻ പറയുന്നു. ആ നാഴികയിൽ ആ നിമിഷത്തിൽ തന്നെ യോഹന്നാൻ യേശുവിൻ്റെ അമ്മയെ യോഹന്നാൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. പിന്നീട് യേശുവിൻ്റെ അമ്മ മറിയ ക്രൂശിനരികിൽ ഇല്ല. ഇത് ക്ലിയർ ആയിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ യേശു മരിക്കുന്ന സമയത്ത് ക്രൂശിൽ 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക് യേശു മരിക്കുന്നു. ആ സമയത്ത് യേശുവിൻ്റെ അമ്മ ക്രൂശിനരികിൽ ഇല്ല. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ് ആ നാഴികയിൽ തന്നെ യോഹന്നാൻ അവൻ്റെ വീട്ടിൽ അമ്മയെ കൊണ്ടുപോയി. പിന്നീട് യേശു മരിക്കുന്ന സമയത്ത് മറിയ അവിടെ ഇല്ല. അത് ഇല്ല എന്ന് പറയുന്ന തെളിവുകളൊക്കെ ഞാൻ ഇനി തരാൻ പോവുകയാണ്. അതുപോലെ ആ ക്രൂശിനരികെ യേശുവിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഉണ്ടെന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ സഹോദരി ആരാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരാം. ആ റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിൻ്റെ 55 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ റെഫറൻസ് ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിൻ്റെ 55 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്ന മർത്തല്ലാക്കാരി മറിയവും യാക്കോബിൻ്റെ അമ്മ മറിയയും അവിടെ നിൽക്കുന്നുണ്ട്. ഈ യാക്കോബിൻ്റെ അമ്മ മറിയമാണ് യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയായ മറിയം. അപ്പോൾ ഇതറിയാതെയാണ് ഇന്ന് യേശുവിൻ്റെ അമ്മ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ട്. എന്തിന് ഇവിടെ ഇങ്ങനെ ഈ രേഖപ്പെടുത്തിയപ്പോൾ യാക്കോബിൻ്റെ അമ്മ മറിയം എന്ന് രേഖപ്പെടുത്താൻ കാരണം അവിടെ യേശുവിൻ്റെ അമ്മ ഇല്ല. അതാണ് യാക്കോബിൻ്റെ അമ്മ മറിയം എന്നവിടെ. ഈ മറിയമാണ് ഈ പറയുന്ന പോലെ യാക്കോബ്, ജോസെ, യൂദ, ശീമോൻ മറ്റു സഹോദരിമാരുടെ അമ്മ മറിയ. അപ്പോൾ ഈ ഒരു ഭാഗം മത്തായി ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മയല്ല, യാക്കോബിൻ്റെ അമ്മ മറിയമാണ്. ഇനി അടുത്ത റെഫറൻസ് ഞാൻ തരാം. ഇതേപോലെ തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം. ആ വാക്യം നിങ്ങൾ എഴുതിയെടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 47 വാക്യം. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 47 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് മർത്തല്ലാക്കാരിയെ മറിയയും ജോസയുടെ അമ്മ മറിയം, അതായത് ജോസഫിൻ്റെ, അതായത് യാക്കോബിൻ്റെ അമ്മ മറിയയും അവിടെ നിൽക്കുകയാണ്. ഇവിടെ യേശുവിൻ്റെ അമ്മ മറിയ ഇവിടെ ഇല്ല. ഇനി അടുത്ത റെഫറൻസ് അത് നിങ്ങൾ എഴുതിയെടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 1 വാക്യം. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 1 വാക്യം ഈ അതിരാവിലെ കല്ലറയിൽ വരുന്ന രംഗമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മർത്തല്ലാക്കാരി മറിയയും യാക്കോബിൻ്റെയും ജോസേഫിൻ്റെയും അമ്മയായ മറിയം. അപ്പോൾ ഇത് യേശുവിൻ്റെ അമ്മ മറിയം അല്ല. ക്ലിയറാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത റെഫറൻസ് ഞാൻ തരാം. ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 10 വാക്യം. ഒന്നുകൂടെ ഞാൻ പറയാം. ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മർത്തല്ലാക്കാരിയെ മറിയവും
യാക്കോബിന്റെ അമ്മ മറിയമാണ് അവിടെ നിൽക്കുന്നത്. അർത്തലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മയായ മറിയം. അപ്പൊ ഇവിടെ ഒരു ഭാഗത്തും യേശുവിന്റെ അമ്മ മറിയം ഇല്ല. കാരണം നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 19:25 വായിക്കുമ്പോൾ തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞ ആ നാഴികയിൽ തന്നെ യോഹന്നാൻ അവന്റെ വീട്ടിൽ മറിയത്തെ, യേശുവിൻ്റെ അമ്മയെ കൈക്കൊണ്ട് കഴിഞ്ഞു. അവൻ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ ഒന്നും യേശുവിൻ്റെ അമ്മ ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ അമ്മ മറിയത്തെ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 19:25 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പെന്തക്കോസ്തുകാർ പറയുന്നത് പോലെ യേശുവിൻ്റെ അമ്മ മറിയ വേറെ 4 ആൺമക്കളുടെ പേര് പറയുന്നുണ്ടല്ലോ, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, മറ്റു സഹോദരിമാരും ഉണ്ട്. 10, 7, 8 പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാർക്കോസിന്റെ സുവിശേഷത്തിൽ. അപ്പൊ യേശുവിൻ്റെ അമ്മ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് യേശു അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾക്ക് ദൈവം അറിവ് തന്നിട്ടുണ്ടല്ലോ. വേറെ മക്കള് മറിയയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ യോഹന്നാന്റെ കയ്യിൽ എന്തിനാണ് മറിയയെ മരിക്കുന്നതിന് മുന്നേ ഏൽപ്പിച്ചിട്ട് പുത്രനായ യേശു മരിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ദൈവപുത്രനായ യേശു അല്ലാതെ മറിയയുടെ ഉദരത്തിൽ ആരും ഒരു നാളും ജനിച്ചിട്ടില്ല. മറിയ വിശുദ്ധയായ കന്യക തന്നെയാണ്. കാരണം ഞാൻ ഈ മാതാവിനോട് ദിനം പ്രതി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാതാവിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലുകളും എനിക്കറിയാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ യാക്കോബിന്റെയും ഓസയുടെ, ദൂതാടെയും ശീമോന്റെയും അപ്പന്റെ പേര് അൽഫായ് എന്ന്. ഇനി യേശുവിൻ്റെ അമ്മ മറിയയുടെ ചേച്ചിയുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ പേര് എന്തെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ആ റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ ആ റെഫറൻസ് ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 12 അപ്പോസ്തലന്മാരിൽ 2 യാക്കോബുമാരുണ്ട്. ക്ലിയർ ആണ്? അവിടെ 2 യാക്കോബുമാരുണ്ട് ഈ 12 അപ്പോസ്തലന്മാരിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഈ പേര് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ അപ്പന്റെ പേര് ഇനിഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ അന്ന് തന്നെ ഈ യാക്കോബുമാർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, ഇത് ആരുടെ മകനാന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അപ്പന്റെ പേര് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മത്തായി 10-ന്റെ 1 മുതൽ താഴ്ത്ത് വായിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരിൽ 2 യാക്കോബുമാരുടെ അപ്പന്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന പോലെ സബദി പുത്രന്റെ മകനായ യാക്കോബ്, സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും. ക്ലിയർ ആണ്? അപ്പൊ സബദിയുടെ മകനാണ് ഒരു യാക്കോബ്. അത് സബദി ആരാണ്? മീൻ പിടിച്ചുകൊണ്ട് വല വള്ളത്തിയിരുന്ന് വലയൊക്കെ തുന്നിക്കൊണ്ടിരുന്ന ആള്. ആ സബദിയുടെ മകനാണ് ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരു യാക്കോബ്. സബദിയുടെ മകൻ യാക്കോബും. ഇനി അടുത്ത് അതിൽ വരുമ്പോ അവിടെ അടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൽഫായുടെ മകനായ യാക്കോബ്. അപ്പോ ഈ രണ്ട് യാക്കോബുമാരിന്റെ പേരിൽ മാത്രമേ ഈ 12 അപ്പോസ്തലന്മാരിൽ അപ്പന്റെ പേര് ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സബദിയുടെ മകൻ യാക്കോബും, അടുത്ത യാക്കോബിന്റെ അപ്പന്റെ പേര് അൽഫായുടെ മകൻ യാക്കോബ്. ഈ അൽഫായാണ് മറിയയുടെ സഹോദരിയായ ചേച്ചിയുടെ ഭർത്താവിന്റെ പേര്. ഈ സബദിയുടെ മകനാണ് ഈ പറയുന്ന മർക്കോസിന്റെ 6-ന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബ്, ജോസെ, യൂദ, ശീമോൻ, മറ്റു സഹോദരിമാര്. ഇവിടെ ക്ലിയർ ആണ്. അപ്പൊ ഇത് മറിയ വേറെ മക്കളെയും പ്രസവിച്ചിരുന്നു എങ്കിൽ അൽഫായിയുടെ മകൻ യാക്കോബ് എന്നല്ല വരേണ്ടത്, ജോസേഫിന്റെ മകൻ യാക്കോബ് എന്നാണ്. അപ്പൊ ഇവിടെ ബൈബിളിൽ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്
പക്ഷെ ഇത് ഇന്ന് ഈ പെന്തക്കോസുകാര് ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടും ഇവർക്ക് ഇത് വെളിപ്പെട്ടില്ല. കാരണം പരിശുദ്ധാത്മാവില്ല. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, എനിക്ക് 100% കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. ഞാൻ ഈ ബൈബിള് കണ്ടിട്ടില്ല, ബൈബിള് വായിച്ചിട്ടുമില്ല. ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ ഇടുന്നതിന് മുന്നേ ദൈവം എന്നോട് സംസാരിക്കുന്നു, പുത്രൻ സംസാരിക്കുന്നു, പുത്രനെ പ്രസവിച്ച അമ്മ സംസാരിക്കുന്നു, പിതാവായ ദൈവം സംസാരിക്കുന്നു. ഇങ്ങനെ ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഈ റെഫറൻസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ ഇതൊന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ദൈവപുത്രനായ യേശു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ല, ഓരോ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഇല്ല. പിതാവായ ദൈവം എന്ത് നിർദ്ദേശം മേളിൽ നിന്ന് കൊടുക്കുന്നോ അത് മാത്രം ചെയ്ത ഒരു വ്യക്തിയാണ് ദൈവപുത്രനായ യേശു. അതേപോലെ തന്നെയാണ് എൻ്റെ ഒരു ജീവിതവും. എനിക്ക് ആരുമില്ല, ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. ദൈവം എന്നെ വഴി നടത്തുന്നു. പിന്നെ അനേക കൃപാവരങ്ങൾ എനിക്ക് ദൈവം തന്നു. ഈ പറയുന്ന പോലെ 12 അപ്പോസ്തലന്മാർക്ക് ദൈവം എന്ത് കൃപാവരം കൊടുത്തോ ആ കൃപാവരമാണ് ഇന്ന് എനിക്കുള്ളത്. എൻ്റെ ദൗത്യം തന്നെ അപ്പോസ്തോലിക ദൗത്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരു സഭയ്ക്കും എതിരല്ല. ഈ ബൈബിളിൽ കിടക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ട് വെളിപ്പെടുത്തി തരുന്നതാണ് എൻ്റെ നിയോഗം. അതാണ് ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇതിനു മുന്നേ ഉള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈ പുള്ളി സഭയ്ക്കെതിരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, ഞാൻ ഒരു സഭയ്ക്കും എതിരല്ല. ദൈവവചനം ആരാണോ തെറ്റിച്ച് പഠിപ്പിക്കുന്നത് അവർക്ക് ഞാനും എതിരാണ്, ദൈവവും എതിരാണ്. അപ്പോൾ ഈ മാതാവിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. കാരണം മാതാവ്, ശരിക്കും പറഞ്ഞാൽ മാതാവ് എന്ന് പറയുന്ന ആ വ്യക്തി ഒരു വിശുദ്ധയുള്ള സ്ത്രീയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 7:14 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുന്നേ ആ നാട്ടിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കന്യകമാർ എൻ്റെ വയറ്റിലാണോ ദൈവപുത്രൻ ജനിക്കുന്നതെന്ന് ഇങ്ങനെ ദിനംതോറും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറിയയെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതും ദൈവപുത്രനായ യേശുവിനെ മറിയയുടെ ഉദരത്തിൽ ദൈവം കൊടുക്കുന്നത്. അപ്പം ഇവിടെ അത്രയും വിശുദ്ധയായ ഒരു സ്ത്രീയെ ദൈവം പോലും, പിതാവായ ദൈവം പോലും സ്നേഹിച്ച മറിയയെ അവൾ കന്യകയല്ല എന്ന് പറയുന്ന ആ വ്യക്തികൾക്ക് വെള്ളം പോലും കിട്ടാതെ ചാവും. ഇത് ശാപമല്ല, അത്രയ്ക്ക് സങ്കടത്തിൽ പറയുകയാണ്. പക്ഷേ ഇത്രയും ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാവെന്ന് പറയുന്നത് വിശുദ്ധയുള്ള സ്ത്രീയാണ്, ദൈവപുത്രനെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച അമ്മയാണ്. ആ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കുക. അല്ലാതെ മാതാവ് ദൈവമല്ല. മാതാവിനെ യേശു തന്നെ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ നീ ആരെയും ഒരു നാളും വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് യേശു തന്നെ മത്തായിയുടെ 4:1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാചിനോട് പറയുന്ന രംഗമാണ്. അപ്പോൾ മാതാവിനെ ഞാൻ ഒരു വിശുദ്ധയുള്ള സ്ത്രീയായിട്ട് കാണുന്നു, ദൈവപുത്രന്റെ അമ്മയാണ്, അത് എൻ്റെയും അമ്മയാണ്, അല്ലാതെ മാതാവ് ദൈവമല്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ശ്രദ്ധയോടെ ആ റെഫറൻസുകളൊക്കെ എഴുതിയെടുത്ത് നിങ്ങളത് പരിശോധിക്കുക. അപ്പോൾ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ബെൽ ബട്ടൺ അമക്കി ആ സബ്സ്ക്രൈബർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. സത്യം എല്ലാവരും അറിയട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.